ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അത് നല്ല അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവട റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു പരിപ്പുവട റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളതും ഒരുപാട് പോസിറ്റീവ് കമൻസും എന്നും നല്ല കമൻസ് വരുന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്നുവട എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. അപ്പം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ അത് കുതിർന്ന് കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരുപാട് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 കൂടെ ചേർത്ത്, ഇത് 3 കൂടെ ചേർത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകും ഇഞ്ചിയും ഞാൻ അരയ്ക്കുന്നത് പറഞ്ഞാൽ കുഞ്ഞ് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ അരയ്ക്കുന്നത്. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം, നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ഇടണം. അപ്പോൾ ഇതിനെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഇതായി പോലെ ചെറിയൊരു ക്രിസ്പി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്രഞ്ച് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ച മാവ് നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് നുറുക്കിയതാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക്, അപ്പോൾ ഞാൻ കുഞ്ഞുള്ളത് കൊണ്ടാണ് മോളുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഇടാതെ നമ്മുടെ കുരുമുളക് ഹോളായിട്ടുള്ള കുരുമുളക് അങ്ങോട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പം എനിക്ക് ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവറും. അങ്ങനെ വലിയൊരു കായത്തിൻ്റെ ഫ്ലേവറൊന്നുമല്ല, പക്ഷേ എന്നാലും വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയതായിട്ട് കായം ചേർക്കാറുണ്ടായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് ചേർത്താണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 1 hour ഇത് വെക്കുന്നുണ്ട്. പക്ഷേ ഇത് നിർബന്ധമില്ല, നമുക്ക് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണമെങ്കിലും. അപ്പോൾ നമുക്കിത് ഒരു 1 hour മിനിമം നമുക്കിതൊന്ന് മാവൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പം ഇനി നമുക്കിതൊരു ഇതിപ്പോൾ ഞാനൊരു മൂടിയുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു 1 hour കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 hour കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 1 hour കൂടുതലായിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് ചെറുതായിട്ടൊക്കെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നായതുകൊണ്ട് തന്നെ ഇരുന്ന് പൊങ്ങി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് ഇപ്പോൾ ഞാൻ ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. ഫോർക്കും കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും മതി. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതെടുക്കുകയാണെങ്കിൽ കുഴച്ചെടുക്കാമെങ്കിലും ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം വെള്ളം ഞാൻ ചേർത്തിട്ടില്ല, ഒരുപാട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറേശ്ശെ ചേർത്തിട്ടേ അരയ്ക്കാവുള്ളൂ, അല്ല മാവ് ഒരുപാട് ലൂസായി പോകും. അപ്പോൾ നമ്മുടെ കൈ രണ്ടും നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിത് ഓരോന്ന് ഉണ്ടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഉഴുന്നുവട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാമെന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കിനി പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് അടുത്തതും ഞാൻ അങ്ങനെ നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എണ്ണ കുറച്ച് വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ എടുക്കാവുള്ളൂ. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമും ഒരുപാട് ലോ ഫ്ലെയിമും ആയി പോരുത്. അപ്പോൾ നമുക്കിതുപോലെ ഞാൻ ഒത്തിരി അങ്ങ് വലുതായിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫസ്റ്റ് ബാച്ചിൽ 4 ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന അത്ര എണ്ണ വേണം കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ച് വിട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വടയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്വർണ്ണ കളർ ഇതുപോലെ ഇരിക്കണം. അപ്പം ഇത് ഏകദേശം 6 ഒരു 1-2 മിനിറ്റ് കൂടി ഇട്ടിട്ട് നമുക്കിത് വറുത്ത് കോരി എടുക്കാം. ഇപ്പം നമ്മുടെ ഉഴുന്നുവട ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനിത് വറുത്ത് കോരി എടുക്കുകയാണ്.
അപ്പോൾ അതാ ഇതിൻ്റെ കളർ കണ്ടത്, ഇതാണ് കറക്റ്റ് ആ ഒരു കളർ പരുവമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാച്ചും കൂടെ ഉണ്ടാക്കാനായിട്ടുള്ള മാവുണ്ട്. അപ്പം ഷേപ്പൊന്നും വലിയ ഇതില്ല, മോള് അതിനകത്ത് കൈയിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്നാലും നമുക്കിനി ഇത് ഫുള്ള് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി ഒരു ബാച്ചിനുണ്ട്, അതിപ്പം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, സെയിം തന്നെയാണല്ലോ, അതുകൊണ്ട് കാണിക്കുന്നില്ല. അതിപ്പം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കോരി മാറ്റാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല കോമ്പിനേഷനാണ്, വെള്ള ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി, 1-2 സ്പൂൺ അരിപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സിമ്പിൾ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളതിനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.